ഇന്ന് ഗൈസ് ഞാൻ രാവിലെ എണീറ്റ് 8:30 ആയപ്പോഴേ ഇറച്ചിക്കടയിലേക്ക് കൂടി. അവിടെ ചെന്ന് കുട്ടൂസിന് കുറച്ച് എല്ലൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ്. ആ വകയിൽ തന്നെ ഞാനും കുറച്ച് എല്ലൊക്കെ മേടിച്ച് ഇന്ന് കപ്പയിട്ട് ഉണ്ടാക്കാമെന്ന് തന്നെ ഓർത്ത് ഗൈസ്. അപ്പോഴത്തേനും ഞാൻ ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ ക്യാമറ എവിടെ പിടിക്കണം, ഇറച്ചി എവിടെ ഇടണം ഒന്നും അറിയാതെ ഞാൻ കിടന്ന് വിഷമിക്കുക. അതുകൊണ്ട് ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കുറച്ച് സവോള, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം ചതച്ച് വെച്ചതും, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇറച്ചി മസാലപ്പൊടി, ഇതെല്ലാം ഞാൻ ചൂടാക്കിയാണ് ഗൈസ് എല്ലിനകത്ത് ഇടുന്നത്. അന്നേരം അതിൻ്റെ കളറിനൊരു വ്യത്യാസം വരും. അപ്പം കുറച്ച് ഉപ്പ് ഇട്ട് ഇളക്കി നല്ലവണ്ണം തിരുമ്മി ഇളക്കി ഞാനിത് കുക്കറിനകത്ത് വേവിക്കാൻ വേണ്ടി വെച്ചു. അന്നേരമാണ് കരിയാപ്പില ഇടുന്ന കാര്യം മറന്നുപോയത്. അപ്പം കരിയാപ്പില നല്ല നാടൻ കരിയാപ്പിലയാണ്. എനിക്ക് കരിയാപ്പിലയെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ഗൈസ്. എവിടെ കണ്ടാലും ഞാൻ കരിയാപ്പില ഓടിച്ചുകൊണ്ടിഞ്ഞു പോരും. കട്ട ഒടിച്ചുകൊണ്ട് വരണമെന്നല്ല എല്ലാവരും പറയുന്നത്, എന്നാലും ഇത് കിളുക്കുള്ളെന്നും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ എപ്പം കൊണ്ട് വെച്ചാലും അത് കരിഞ്ഞേ പോകുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയണ്ട. നമ്മുടെ ഇറച്ചി എടുത്ത് നമ്മൾ കുക്കറിനകത്ത് വെച്ചു, അത് വേവിക്കാൻ വെച്ചു. കപ്പ ആദ്യമേ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ട് അത് തിളച്ചത് ഊറ്റിക്കളയണം. എന്നാലേ അതിൻ്റെ കട്ടും അതിൻ്റെ ഒരു വിഷാംശമുണ്ട് അതും പോകാൻ വേണ്ടിയാണ്, കയ്പ്പ് രസം ഇല്ലാതാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കപ്പ അത് വേവിക്കാൻ വേണ്ടി ഞാൻ ഉരുളിക്കകത്ത് വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേനും ഇതിന് ക്യാമറ ഇട്ട് ഞെക്കിയിട്ട് എന്ത് ചെയ്താൽ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെക്കുന്നത് കൊള്ളുന്നില്ല. അവസാനം പിന്നെ ഞാനത് അങ്ങനെ തന്നെ അങ്ങ് എടുത്തു. പിന്നെ അരിയിട്ട് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും കുക്കറിനകത്ത് ഇറച്ചി നല്ലവണ്ണം വെന്ത് ഗൈസ്. കണ്ടിട്ട് നല്ല നിറമില്ലേ ഗൈസ്, അല്ലാതെ ഒരു മെറൂൺ കളർ. എനിക്ക് ഇങ്ങനെ ഇരിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിനകത്ത് ചതച്ചിടും. അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് കഴിഞ്ഞ് കപ്പയ്ക്കകത്തോട്ട് ഇതിട്ട് ഇളക്കി നമ്മളൊരു പരുവത്തിലാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി അതിനകത്തോട്ടിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കപ്പയെല്ലാം തയ്യാർ.